നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞാൻ ഇന്ന് വായിച്ച ഒരു പുസ്തകത്തിൽ ഒരു ചോദ്യം കാണാനിടയായി. ചോദ്യം ഇതാണ്: ഒരു ആവാസ വ്യവസ്ഥയിൽ ഊർജപ്രവാഹം എവിടെ നിന്ന് എങ്ങോട്ടാണ് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇതാണ്: ഉൽപ്പാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്കാണ് ഊർജപ്രവാഹം. നമ്മളൊക്കെ മാതാ പിതാ ഗുരുർ ദൈവം എന്ന് പറയുന്ന ആപ്തവാക്യം നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായ ഇത് അനുവർത്തിക്കുന്നവരാണ്. മാതാവും പിതാവും നൽകിയ ഊർജമാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളെ മാതാവിനെയും പിതാവിനെയും വണങ്ങുന്നു, ആദരിക്കുന്നു. ഗുരു എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ഉൽപ്പാദകരായിരുന്നു. ഒരു കാലത്തെ ഗുരുക്കന്മാർ ജ്ഞാനോൽപാദകരായിരുന്നു. അത്തരത്തിൽ നോക്കിയാൽ ജ്ഞാനത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഗുരുവിനെയും നമ്മളെ സൃഷ്ടിച്ച ഊർജത്തിൻ്റെ ഉറവിടങ്ങളായ മാതാവിനെയും പിതാവിനെയും നമ്മൾ ആദരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഊർജ സ്രോതസ് എന്താണ്? സൂര്യനാണ്. സൂര്യനെ നമ്മൾ സൂര്യഭഗവാനായി കണ്ട് ആദരിക്കുന്നു, വണങ്ങുന്നു. എന്ന് പറയുന്ന പോലെ ഒരു ആവാസ വ്യവസ്ഥയിൽ ഊർജോൽപാദനം നടത്തുന്നത് ഉൽപാദകരാണ്. ഉൽപാദകരിൽ നിന്നും ഉപഭോക്താവായ നമ്മളിലേക്ക് ആ ഊർജം എത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയിൽ ഊർജോൽപാദകരായിട്ടുള്ള ഉൽപാദകരെ അഥവാ പണിയെടുക്കുന്നവരെ, ജോലി ചെയ്യുന്നവരെ വണങ്ങുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം, അതാണ് നമുക്ക് ആവശ്യം, അതാണ് നമ്മൾ നിലനിർത്തേണ്ടത് എന്ന ഒരു തിരിച്ചറിവാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.